സന്ധ്യ വാര്യർ, ഇപ്പോൾ കോൺഗ്രസിനൊരു നയമുണ്ട് വന്ദേമാതരത്തെ കുറിച്ചാണ് എങ്കിൽ അത് ഇന്ത്യയൊട്ടാകെ ഒരു നയമായിരിക്കണം. AICC-യിൽ ഇന്ന് ശരിയാണ്, അത് കോൺഗ്രസിന്റെ തന്നെ രണ്ടഭിപ്രായമുണ്ട്. ഒന്ന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നും മറ്റൊന്ന് കസേര ചോദിക്കുന്നതാണ് എന്നുള്ളതും. യഥാർത്ഥത്തിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നയം എന്താണ്? അത് നിർബന്ധിതമാണ്, നിയമത്തിന്റെ ഭാഗമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് സംസ്ഥാനത്ത് നടപ്പിലാക്കിയുമില്ല. അപ്പോൾ നയം എന്താണ്? മധു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട നയം ഇന്നോ ഇന്നലെയോ തീരുമാനിച്ചതല്ലല്ലോ. വാസ്തവത്തിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായപ്പോൾ അത് സംബന്ധിച്ച് പല വർഗീയവാദികൾ ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ കോൺഗ്രസ് ആണ് 1937 തന്നെ ഇത് സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ടൊരു തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനമാണ് രാജ്യം ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഞങ്ങളെ മതേതരത്വം ഉപദേശിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്നുമല്ലോ ഈ വന്ദേമാതരം സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. അതിൻ്റെ ശീർഷരായിട്ടുള്ള നേതാക്കൾ സുഭാഷ് ചന്ദ്രബോസും നെഹ്റുവും അതുപോലെ തന്നെ ഉള്ള നേതാക്കൾ എല്ലാവരും ടാഗോറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടിയിട്ടെടുത്തൊരു തീരുമാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനം 1930 ശേഷം തന്നെ എടുത്തിട്ടുള്ളൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ തീരുമാനം മാറ്റാനൊന്നും ഇതുവരെ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ തീരുമാനമില്ല, മാറ്റുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ തീരുമാനം അസന്നിഗ്ധമായി പാർലമെൻറ്റിലും പലതവണ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വന്ദേമാതരം എന്നുള്ള ദേശീയ ഗീതം അതിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം ആലപിക്കാവുന്നതാണ്, അത് ദേശീയതയോട് ഒത്തുചേർന്നതാണ് എന്ന ടാഗോറിൻ്റെ ഉപദേശപ്രകാരം അതാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗം രാജ്യത്തെ മറ്റ് മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസപ്രകാരം ആലപിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാൽ അത് ആലപിക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അസന്നിഗ്ധമായിട്ടുള്ള നിലപാട്. അതിലൊരു മാറ്റവും ഒരു കാരണവശാലും സംഭവിക്കില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് പാടുന്ന കാര്യത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തി കാണിച്ച് ഈ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന വർഗീയവാദികൾക്ക് മരുന്നിട്ട് കൊടുക്കുന്ന പരിപാടി ആരും ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. അത് സംഭവിച്ചു പോയി. അതിൻ്റെ ന്യായീകരണമൊന്നും ഞാൻ ഈ ചർച്ചയിൽ വന്നിരുന്ന അതിനെ ന്യായീകരിക്കുമെന്നും അത് പ്രതീക്ഷിക്കുകയേ വേണ്ട. ഞാൻ ന്യായീകരിക്കാൻ വന്നയാളുമല്ല. പക്ഷേ ആ നിലപാടെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സുവ്യക്തമാണ്. ആ നിലപാട് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരൊന്നും എടുത്തതല്ല. അത് എത്രയോ ദീർഘകാലം മുമ്പ് തന്നെ കോൺഗ്രസ് എടുത്ത നിലപാട്, അത് രാജ്യത്തിൻ്റെ നിലപാടാണ്. കോൺഗ്രസ് എടുത്ത നിലപാടാണ് രാജ്യത്തെ നിലപാട്, അല്ലാതെ CPM എടുത്ത നിലപാടല്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത നിലപാടല്ല. അത് കോൺഗ്രസ് നേതാക്കന്മാർ ചർച്ച ചെയ്തെടുത്ത നിലപാടാണ്. ആ നിലപാട് രാജ്യത്തിൻ്റെ നിലപാടാണ്. വന്ദേമാതരം രാജ്യത്തെ ഒരുമിപ്പിക്കാനുള്ളതായിരിക്കണം, രാജ്യത്തെ വിഭജിക്കാനുള്ളതായിരിക്കരുത്. ഇവിടെ BJP ആഗ്രഹിക്കുന്നെന്താ, സംഘപരിവാർ ആഗ്രഹിക്കുന്നെന്താ, രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കുകയാണ് അല്ലേ. ഇത് പാടുന്ന സമയത്ത് ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ഉൾപ്പെടെയുള്ള ഇതര സമുദായങ്ങളിൽപ്പെട്ടവർക്ക്, ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഹിന്ദു ദേവീദേവന്മാരെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള വരികൾ വരുമ്പോൾ വിശ്വാസപരമായിട്ട് അവർക്ക് പ്രയാസം ഉണ്ടാക്കും. അത് ആ പ്രയാസം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഞങ്ങളിതൊന്ന് പാടിപ്പിക്കും എന്ന ഒരു ദുർബുദ്ധിയാണ്, ഒരു കുബുദ്ധിയാണ് ഇതിന് പിന്നിലുള്ളത്. ആ കുബുദ്ധി അവരെ വിജയിക്കാൻ വേണ്ടി, അവർക്ക് അനുകൂലമായ നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ഇത്തരമൊരു വിവാദത്തെ CPM ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി, കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര ആശയമുണ്ട്, കോൺഗ്രസ് ഈ രാജ്യത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമുണ്ട്, വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാട് എന്തോ തെറ്റാണെന്ന് പറഞ്ഞു വയ്ക്കുക വഴി BJPക്ക് അനുകൂലമായിട്ടുള്ള നറേറ്റീവ് സൃഷ്ടിക്കാൻ ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. ഇത് സംഘപരിവാറിൻ്റെ ആൾ ചർച്ചയിൽ പങ്കെടുക്കാത്തത് കൊണ്ട് കണ്ടോ കോൺഗ്രസിനുള്ളിൽ ഇതിലൊരു പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കേണ്ടത് CPMൻ്റെ ബാധ്യതയായി മാറി. BJPയുടെ ആൾ വിളിക്കാത്തത് കൊണ്ടോ അല്ല വിളിച്ചിട്ട് വരാത്തതുകൊണ്ടോ എനിക്കറിയില്ല, CPMൻ്റെ പ്രതിനിധി ഉള്ളത് കൊണ്ട് വരാത്തതായിരിക്കാം. കാരണം ഇപ്പോൾ BJPയുടെ നിലപാട്, RSSൻ്റെ നിലപാട് ഏറ്റവും ശക്തമായി പറയുന്നത് CPM ആണല്ലോ. അവർ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ RSSന് വിടുവേല ചെയ്തവരാണ്. RSSന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തവരാണ്. ദത്താത്രേയ ഒസബളയെ കാണാൻ സ്വന്തം പോലീസ് ചീഫിനെ അയച്ചവരാണ്. RSSന് വേണ്ടിയിട്ടുള്ള അവരുടെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടി പിൻവാതിലൂടെ പോയി CPIയെ പോലും അറിയിക്കാതെ ഒപ്പിട്ട് കൊടുത്തവരാണ്. എത്രയോ കാര്യങ്ങൾ RSSന് വേണ്ടി ചെയ്തു കൊടുത്തവർ, സംഘപരിവാറിന്റെ ദാസ്യപ്പണി എടുത്തവർ, 10 വർഷക്കാലം സംഘപരിവാറിന്റെ ദാസ്യവേരെടുത്തതിന്റെ പേരിൽ കേരളത്തിലെ ജനത ചവിട്ടി പുറത്താക്കിയവർ ഇന്ന് ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട എന്നാണ് വിനയപൂർവ്വം പറയാനുള്ളത്. ഇത് സ്വാതന്ത്ര്യ ദിനമാണ്, 80ാം സ്വാതന്ത്ര്യ ദിനമാണ്. ആ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ നിലപാട് പൂർത്തീകരിക്കും. ഞങ്ങളുടെ നിലപാട് ഇത് സുവ്യക്തമല്ലേ മാധു. ഞങ്ങൾ ഈ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, എവിടെയും വന്ദേമാതരം ഞങ്ങൾ ആലപിച്ചിട്ടില്ല. അത് വന്ദേമാതരത്തോടുള്ള ഒരു തരത്തിലുള്ള ബഹുമാനക്കുറവുമല്ല, മറിച്ച് വന്ദേമാതരത്തെ
വർഗീയ വിഭജനത്തിനുള്ള ഒരു സംഗതിയായിട്ട് വർഗീയവാദികൾ ഉപയോഗിക്കുമ്പോൾ അതിനെ തടയിടേണ്ടതുണ്ട്. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലെ ആളുകൾ മാത്രം ജീവൻ ത്യജിച്ച് വാങ്ങി തന്നാണോ? അല്ലല്ലോ. ഈ രാജ്യത്തെ എല്ലാ വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. ആന്തമാനിലെ കാരാഗൃഹത്തിൽ പോയി കിടന്നിട്ടുണ്ട്. അവരെല്ലാവരും സ്വന്തം ജീവിതം പോലും ബലിയർപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിനെ വിഭജനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആരാണ്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ്. ഒരിക്കലും ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു സംഭാവന ചെയ്യാത്ത ആളുകൾ ഇവിടെ വന്ദേ മാതരത്തെ ഇപ്പോൾ രാജ്യത്തെ വിഭജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചിലർ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. ആ അസ്വസ്ഥത പ്രകടനം പോലും ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ നിലപാടിന്റെ സൂചനയാണ്. അവിടെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പിഴവ് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. Debate with Madhu Saji.